ജാതിമതല്ല ഒരു മതം ചെറുപ്പം തൊട്ട് ഞങ്ങളെ കുട്ടിക്കാലം തൊട്ട് എങ്ങനെയാണ് വരും. മൂന്ന് മണിക്ക് വന്നിട്ടുണ്ട്. ഒരു 2 കിലോമീറ്ററോളം ഞാൻ നടന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ വണ്ടിയൊക്കെ എവിടെ കിടക്കണമെന്ന് ഒരു പിടുത്തമില്ല. ഇങ്ങോട്ട് വരാൻ വയ്യ, അത്രത്തോളം ജനങ്ങളാണ്. എനിക്ക് തോന്നുന്നത് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഒഴുകിയെത്തുകയാണ് ജനസാഗരം എന്ന് പറയുന്നത്. ഇതൊരു ഒന്നൊന്നര വൈബാണ്. ഒരുപാട് കാഴ്ചകൾ നിങ്ങളിലേക്ക് എനിക്ക് പങ്കുവെക്കാനുണ്ട്. കിഴി പൊറോട്ട, പാനിപൂരി, ബ്രെഡ് ഓംലേറ്റ്, ബിരിയാണി, പിന്നെ നമുക്കുള്ളത് പൂളയും മത്തിയും, പിന്നെ ഉപ്പിലിട്ട ഐറ്റംസ് ഉണ്ട്. പിന്നീട് 18ാം നൂറ്റാണ്ടിൽ ഹായ് ചങ്കളെ, കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ നേർച്ചകളിൽ ഒന്നാണ് വെട്ടം പുതിയങ്ങാടി നേർച്ച എന്ന് പറയുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് നേർച്ചൻ്റെ ഫസ്റ്റ് ദിവസം അവിടെ വരുന്നത് കേട്ടോ. എന്താ ഞാൻ പറയുക, അറിയപ്പെടുന്ന ഒരു വലിയൊരു നേർച്ച അതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റുന്നുള്ളതാണ്. ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുള്ളതാണ്. ഇതൊക്കെ ഒരു വലിയൊരു സന്തോഷം പകരുന്ന കാര്യമാണ്. ഒരുപാട് പ്രിയപ്പെട്ടവർ ഇപ്പോഴും വന്നുകൊണ്ട് നിൽക്കണം. കണ്ടില്ലെങ്കിൽ ഇവിടെ എൻ്റെ ബാക്കിലേക്ക് അങ്ങോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ആളുകൾ ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ട് നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ കിലോമീറ്ററുകളോളം അപ്പുറത്താണ് വണ്ടി കൊണ്ട് നിർത്തിയിട്ടുള്ളത്. ആ വണ്ടിയൊക്കെ ഇനി എങ്ങനെ എടുക്കാൻ പറ്റുന്ന എനിക്കറിയില്ല. അത്രത്തോളം ജനങ്ങൾ അങ്ങനെ വന്നുകൊണ്ട് നിൽക്കുകയാണ്. ശരണർ കത്താണിയായി നിലകൊള്ളും ശൈഖ് അലിവിന്റെ നിറകൂടം പുണ്യാവും പോലെ. കേരളത്തിലെ തന്നെ പ്രഗത്ഭരായ അല്ലേ ആനകളാണ് ഒരുപാട് പേര്. ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാഴ്ച കാണാനാണ്. അതെ. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു പുതിയങ്ങാടി നേർച്ച എന്ന് പറഞ്ഞാൽ തന്നെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം അല്ലേ ഭയങ്കര പേര് കേട്ട നേർച്ചയാണ്. മോന് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഈ മൊബൈലൊക്കെ പിടിച്ച് തയ്യാറായി നിൽക്കുകയാണോ? എന്തിനും കാത്തിക്കുക? അറിവ് കാത്തിക്കുക. ഹായ് ചേട്ടാ, നമസ്കാരം. എന്തുണ്ട്? എവിടുന്ന് വരുന്നത്? ഞങ്ങൾ ചെമ്പിക്കൽ നിന്ന്. എല്ലാ വർഷവും വരാറുണ്ടോ? വരാറുണ്ട്. ഈ വെളുത്തോരെ ധന്യമാക്കിക്കൊണ്ട് ഈ പ്രചരണ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരുന്നത്
ചങ്ങളെ അപ്പോൾ നമ്മൾ നേർച്ചൻ്റെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറയാൻ അത്രയും ജനങ്ങളെ ഞാൻ അടുത്ത കാലത്തൊന്നും ഒരു നേർച്ചയ്ക്കും കണ്ടിട്ടില്ല. കണ്ണ് തള്ളിപ്പോയി, അത്രത്തോളം ജനമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ നിൽക്കുന്ന ഈ ഒരു ജംഗ്ഷൻ ഫുള്ള് ബ്ലോക്കാണ്. അങ്ങോട്ടും പോകാൻ വയ്യ, അങ്ങോട്ടും പോകാൻ വയ്യ, മൊത്തം കണ്ടില്ലേ. ഇനിയും വരവ് വന്നുകൊണ്ട് നിൽക്കുകയാണ്. എന്താ പറയാം, വേറൊരു വൈബാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവർ, വെട്ടം പുതിയങ്ങാടി നേർച്ചയോടനുബന്ധിച്ച് ഞാനിങ്ങനെ നടന്നു പോകുമ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് കുടുംബശ്രീ ജില്ലാ മിഷൻ മലപ്പുറം സംഘടിപ്പിക്കുന്ന ഈ തലക്കാട് കുടുംബശ്രീ ആണ് അല്ലേ, CDSന്റെ പ്രിയപ്പെട്ടവർ നടത്തുന്ന ഒരു ഫുഡ് ഫെസ്റ്റാണ്. പാനിപൂരി സാധാരണ പാനിപൂരി കേരളത്തിലെ അല്ലേ ഹിന്ദിക്കാരാണ് കൊണ്ടുവരല്. അതെ, ഹിന്ദിക്കാർ. ഇത് മലയാളീസുകള് നമ്മളെ തനി നാട്ടില് നമ്മളെ വീട്ടമ്മമാരുണ്ടാക്കണ പാനിപൂരി. നിങ്ങളിപ്പോ എങ്ങനെ പഠിച്ച്? ഞങ്ങളങ്ങോട്ട് പഠിച്ച് എല്ലാം വേണ്ട പഠിക്കാം. അപ്പൊ ഏതായാലും 3 ദിവസം നമ്മളിവിടെ ഗംഭീരമായിട്ട് അടിച്ചു പൊളിക്കും. പിന്നെ നല്ല ചൂട് ദോശ ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി. എത്ര ദിവസം ഉണ്ടാവും? 3 ദിവസം ഉണ്ടാവും. ഉത്സവങ്ങളോടനുബന്ധിച്ചിട്ട് കുടുംബശ്രീ മേളകൾ വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം സ്റ്റാളുകൾ പിന്നെ പഞ്ചായത്ത് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇതിനെ പഞ്ചായത്ത് ചെറിയ ഫണ്ട് കുടുംബശ്രീക്ക് വെച്ചുകൊണ്ട് എല്ലാ വനിതകളെ സംരംഭങ്ങളിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റാൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡ് കൊടുക്കുന്നത്? കിഴി പൊറോട്ട, പാനിപൂരി, ബ്രെഡ് ഓംലേറ്റ്, ബിരിയാണി, പിന്നെ നമുക്കുള്ളത് പൂളയും മത്തിയും, പിന്നെ ഉപ്പിലിട്ട ഐറ്റംസ് ഉണ്ട്. പിന്നെ നിരവധി പല ഐറ്റംസും ഉണ്ട് ഇവിടെ. ഇവിടെ വടക്കേ ജുമാ മസ്ജിദിന്റെ നോർത്ത് BP അങ്ങാടിയിലാണ് ഈ ജുമാ മസ്ജിദ് പള്ളിയുടെ മുൻവശത്ത് എതിർവശത്തായിട്ട് ആണ് ഈ കുടുംബശ്രീയുടെ ഈ ഒരു മേള ഫുഡ് ഫെസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ ആളുകളും ഇവിടെ വന്ന് തനത് ഉൽപ്പന്നങ്ങളാണ്, മായവും ഒന്നും ചേർക്കാതെ നമ്മുടെ വീട്ടമ്മമാർ അവരുടെ വീടുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. പിന്നെ ഇവിടെ ലൈവായിട്ടും നമ്മുടെ ഉൽപ്പന്നങ്ങൾ ആവശ്യമുള്ളത് ഉണ്ടാക്കിയിട്ട് നൽകുന്നുണ്ട്. ഹായ് ചങ്കളെ, അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടില്ലേ? എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? എന്താ ഞാൻ പറയാം അല്ലേ, വേറൊരു വൈബ് തന്നെയായിരുന്നു. ഇത് 1-ാം ദിവസമാണ്. ഇനി 2 ദിവസം കൂടി ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ 2-ാമത്തെ ദിവസത്തെ വീഡിയോ 3-ാമത്തെ ദിവസത്തെ വീഡിയോ ഒക്കെ ഞാൻ നേരിട്ട് വന്നിട്ട് എടുക്കാൻ പറ്റും നോക്കട്ടെ. എൻ്റെ നാട്ടിൽ നിന്നൊരു 25 കിലോമീറ്റർ താണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പറ്റുന്നവരൊക്കെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. എന്താ പറയുക, വെട്ടം പുതിയങ്ങാടി നേർച്ചൻ്റെ ഈ ഒരു ഗംഭീരമായ കാഴ്ചകളും കാണാത്തവരിലേക്കും അറിയാത്തവരിലേക്കും എത്തട്ടെ. നമുക്കതാണ് സന്തോഷം. നമ്മളിത് കണ്ട് ലൈവായിട്ട് കണ്ടാകെ ഞെട്ടിയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ നേർച്ചകളിലൊന്നായ
വെട്ടം പുതിയങ്ങാടി നേർച്ചൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ, നിങ്ങളിലേക്ക് ആ വീഡിയോ എത്തിക്കാൻ സാധിച്ചതിൽ ഒരു ഇരട്ടി മധുരമാണ്.